അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഹിജറ ഒളിച്ചോട്ടമല്ല, പേടിച്ചോട്ടമല്ല, ഒരു സുഖവാസ കേന്ദ്രത്തിലേക്കുള്ള മാറ്റവുമല്ല. നേരെ മറിച്ച് സമ്പൂർണവും സമഗ്രവുമായ ഇസ്ലാമിനെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിന്റെ എല്ലാ മേഖലകളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും പ്രയോഗവൽക്കരിക്കുവാനുമുള്ള ചരിത്രത്തിന്റെ ഒരു ദശാസന്ധിയിലുണ്ടായ ജൈത്രയാത്രയായിട്ടാണ്, വിജയയാത്രയായിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മക്കക്കാരും പ്രവാചകന്റെ ശത്രുക്കളും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത്. കാരണം എന്താ? നബി ഹിജറ പോവാണ്, നാട് വിട്ട് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കക്കാർ വിചാരിക്കേണ്ടത് ആ ശല്യം അങ്ങോട്ട് ഒഴിവായി കിട്ടി പോയിക്കോട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്. നബിയുടെ ഹിജറയെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. നബിയും സഹാബത്തും പോകുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളുവാനോ അതിനെ പ്രോത്സാഹിപ്പിക്കുവാനോ ഒരു സന്നദ്ധമായില്ലല്ലോ. പരമാവധി ഹിജറ പോകുന്നവരെ തടയാനാണ് അവർ ശ്രമിച്ചത്. അധികം ആളുകളും ഹിജറ പോയത് സ്വകാര്യമായിട്ടാണ്. സഹാബാക്കളിൽ പരസ്യമായി ഹിജറ പോയത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു മാത്രമാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വൈയക്തികമായ തന്റെ ഇടവും ധൈര്യവുമാണ്. അദ്ദേഹം ഹിജറ പോകുന്നതിന് മുമ്പ് കഅബയെ തവാഫ് ചെയ്തുകൊണ്ട് വെല്ലുവിളിക്കാണ് ഖുറൈശികളെ. ആർക്കെങ്കിലും മക്കളെ അനാഥകളാക്കണം എന്ന വിചാരമുണ്ട് എങ്കിൽ, ആർക്കെങ്കിലും നിങ്ങളെ മക്കളെ യതീമുകളാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കണമെന്നുണ്ടെങ്കിൽ വരൂ എന്റെ അടുക്കലേക്ക്, ഞാൻ പലായനം നടത്താൻ പോവുകയാണ്, ഞാൻ ഹിജറ ചെയ്യാൻ പോവുകയാണ്, എന്നെ തടയാൻ പറ്റുന്ന ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കാം. അതിന്റെ അർത്ഥം എന്താ? ഹിജറ പോകുന്നവരെ ഇവർ തടയുകയായിരുന്നു. അതെന്തിനാ തടയുന്നത്? രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കല്ലേ വേണ്ടത്. ഈ ഉപദ്രവവും ശല്യമൊക്കെ ഒഴിവായി എന്നല്ലേ വിചാരിക്കേണ്ടത്. അങ്ങനെ വിചാരിക്കുന്നില്ല അവര്. നേരെ മറിച്ച് അവരെ പോക്ക് തടയണം. എന്തിനാ തടയണത്? സ്നേഹം കൊണ്ടാണോ? ഇഷ്ടം കൊണ്ടാണോ? അല്ല. ഇവരുടെ പോക്ക് അപ്രതിരോധ്യമായ ഒരു തിരിച്ചുവരവിന്റെ ഭീഷണിയെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇവരുടെ പോക്ക് പേടിച്ചുള്ള പോക്കല്ല, ഇവർ സുഖവാസ കേന്ദ്രം തേടിയിട്ടുള്ള പോക്കല്ല. നേരെ മറിച്ച് മറ്റെവിടെയോ പോയിട്ട് അവിടെ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് ഞങ്ങളെ തിരിച്ചടിക്കുവാനും ഞങ്ങളുടെ നാട് തിരിച്ചു പിടിക്കുവാനുമുള്ള കരുത്തോടുകൂടി തിരിച്ചു വരും എന്നുള്ളത് ഖുറൈശികൾ വരെ മനസ്സിലാക്കിയിരുന്നു. അത് വൈബിയായ ഒരു എൽമ മാത്രമായിരുന്നില്ല, അത് പ്രവാചകന് നൽകിയ ഒരു വഹയി മാത്രമായിരുന്നില്ല. നേരെ മറിച്ച് ഖുറൈശി രാഷ്ട്രീയ നിരീക്ഷകന്മാർ വിലയിരുത്തിയത് അങ്ങനെയാണ്. ഇവർ പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം അപ്രതിരോധ്യമായ ഒരു തിരിച്ചുവരവ് ഇവരിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് ഇവരെ പോവാൻ അനുവദിക്കരുത്. പോകുന്നതിന്റെ മുമ്പ് തന്നെ മുഹമ്മദിനെ വധിച്ചു കളയണം, അവസാനിപ്പിച്ചു കളയണം. അതിനവര് ഗോത്രങ്ങളുടെ പ്രതിനിധികളെ മുഴുവനും കൂട്ടിയിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞതും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതകരമായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്ന് പറയുന്ന യാസീൻ സൂറത്ത് ഓതുകയും ജനങ്ങൾക്കിടയിലൂടെ വാൾ ഓങ്ങി നിൽക്കുന്ന യുവാക്കൾക്കിടയിലൂടെ തന്നെ ശിരച്ഛേദം നടത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ശത്രുവിന്റെ മധ്യത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോന്നു എന്നും പകരം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ കിടത്തി എന്നുള്ളതും ചരിത്രമാണ്. അപ്പോൾ ഖുറൈശികൾ മനസ്സിലാക്കിയിരുന്നു ഹിജറ ശാക്തീകരണമാണ് എന്നുള്ളത്. ഹിജറ ദൗർബല്യത്തിൻ്റെതല്ല, ഒളിച്ചോട്ടമല്ല, അത് ശാക്തീകരണത്തിന്റെ മുന്നേറ്റത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഇത് ഇസ്ലാമികമായ ദൗത്യത്തിന്റെ ശക്തിപ്പെടലിന്, അതിന്റെ ഉയർച്ചക്കും വളർച്ചക്കും അനിവാര്യമാണ്. ഇസ്ലാമിന്റെ സമ്പൂർണതക്കും ശാക്തീകരണത്തിനും അതിനൊരു വെൽഫെയർ സ്റ്റേറ്റ് ആവശ്യമാണ്. പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തിലൂടെയല്ലാതെ ഇസ്ലാമിനെ സമഗ്രമായും സമ്പൂർണമായും വളർത്തിയെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. പൂർണ്ണമായ അധികാരമില്ലെങ്കിൽ ഇസ്ലാം അപൂർണമാണ്. പൂർണ്ണമായ അധികാരത്തിലൂടെ മാത്രമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ നിയമങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ